യുവമോർച്ചയുടെ നേതാവായിരുന്ന ജയകൃഷ്ണൻ മാസ്റ്റർ 1999 ഡിസംബർ 1-നാണ് സ്കൂൾ കുട്ടികളുടെ മുമ്പിൽ, അതായത് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ വെച്ച് ക്രൂരമായിട്ട് കൊല്ലപ്പെടുന്നത്. ആ പ്രതികളെയൊക്കെ ശിക്ഷിച്ചെങ്കിലും പിന്നീട് മേൽക്കോടതി അവരെയൊക്കെ വെറുതെ വിട്ടു. അന്നത്തെ കണ്ണൂരിൻ്റെ സാഹചര്യം ഇപ്പോൾ ഒരുപാട് മാറി. കാരണം അന്ന് ബി ജെ പിക്ക് ഇത്ര ശക്തിയില്ല. പക്ഷേ ഇപ്പോൾ രാജ്യത്ത് ഒന്നാകെ ബി ജെ പി വലിയ ശക്തിയായിട്ട് മാറുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറാൻ, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയത്തിന് മുകളിലേക്ക് കടന്നു കയറാൻ ബി ജെ പിക്ക് ഇപ്പോഴും സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും സാധിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ കൊലപാതക രാഷ്ട്രീയം കണ്ണൂർ എന്ന് പറയുന്നത് അത്ര ശരിയൊന്നുമല്ല. ഒരു 3 പഞ്ചായത്ത്, തലശ്ശേരി മുനിസിപ്പാലിറ്റി, പിന്നെ എന്താ പെരിങ്ങളം, പാനൂര്, കണ്ണൂരിൻ്റെ ചെറിയൊരു പോർഷനിലാണ് ഈ അക്രമം. മൊത്തം കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് വസ്തുതാപരവുമല്ല, അത് ശരിയുമല്ല ഒരു ജില്ലയെ അങ്ങനെ താറടിക്കുന്നത്. ഈ ചെറിയ പോക്കറ്റിൽ നടന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ അത് ഏകദേശം അസ്തമിച്ചു. അങ്ങനെ പൊളിറ്റിക്കൽ കില്ലിങ് അത്യപൂർവം ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. എന്നാലും വലിയ ആശങ്കകളാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ ഉണ്ടാവാറില്ല. കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ മരണം വളരെ ദയനീയമായിരുന്നു, ദാരുണമായിരുന്നു. ക്ലാസ് മുറിയിൽ കയറിയാണ് വെട്ടിയത്. ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ജയകൃഷ്ണൻ മാസ്റ്റർക്ക്, ഒരു പോലീസുകാരൻ. അയാളവിടെ ഇരിപ്പുണ്ടായിരുന്നു സ്കൂളിലെ വരാന്തയിൽ. അതൊന്നും ചെയ്യാനൊന്നും സാധിച്ചില്ല. അപ്പോൾ അതിൽ 4 പേർക്കാണ് തലശ്ശേരി സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. പൊതുവെ കേരളത്തിലൊരു ധാരണയുണ്ടല്ലോ, ഈ ടി പി ചന്ദ്രശേഖരനാണ് ഏറ്റവും അധികം വെട്ടുകൾ കൊണ്ട് മരിച്ചത്. അത് ശരിയൊന്നുമല്ല. കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററിന് 55 വെട്ടുണ്ടായിരുന്നു, ടി പിക്ക് 51 വെട്ട്. അവിടെ നിന്നൊരു 4 വെട്ട് കൂടുതലാണ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ. ബട്ട് ടി പി കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അത് 51 വലിയ ഫിഗറാകുകയും, ജയകൃഷ്ണൻ മാസ്റ്റർ സംഘപരിവാർ ആയതുകൊണ്ട് 55-ന് പ്രാധാന്യമില്ലാതെ പോവുകയും ഒക്കെ ചെയ്യും. ആ നരേറ്റീവ് ക്രിയേഷൻ കേരളത്തിലെപ്പോഴും പ്രോ ലെഫ്റ്റാണ്. സംഘപരിവാറിനെ ആർക്കും വെട്ടാൻ കുത്താം, അത് ആരും ചോദിക്കാൻ പോലും പാടില്ല, അവർക്ക് കരയാൻ പോലുമുള്ള അവകാശമില്ല. അതാണ് കേരളത്തിലെ ഇക്വേഷൻ. അപ്പോൾ 4 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. 2 ആഴ്ച തലശ്ശേരി സെഷൻസ് കോടതി പ്രവർത്തിച്ചില്ല. CPM-കാർ പൂട്ടിയിട്ട് കോടതി 2 ആഴ്ച സെഷൻസ് കോടതി. അപ്പോൾ അതൊക്കെ ചരിത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഈ 4 പേരുടെയും വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. ഇവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. അപ്പീലിൽ ജസ്റ്റിസ് കാഡ്ജു ആണ് അപ്പീൽ കേട്ടത്. ഇപ്പം അദ്ദേഹം റിട്ടയർഡാണ്, കാഡ്ജു. എന്ത് കാഡ്ജു? മാർക്കണ്ഡേയ കാഡ്ജു. മാർക്കണ്ഡേയ കാഡ്ജുവാണ് അപ്പീൽ പരിഗണിച്ചത്. മാർക്കണ്ഡേയ കാഡ്ജു കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിൽ 3 പേരെ വെറുതെ വിട്ടു. സെഷൻസ് കോടതിയും ഹൈക്കോടതിയും വധശിക്ഷയ്ക്ക് വിധിച്ചവരെ ശിക്ഷ കുറയ്ക്കുകയല്ല, വെറുതെ വിട്ടു. ഒരാളെ മാത്രം, അയാൾ സെപ്പറേറ്റ്, ഈ സ്റ്റാൻഡിങ് ഇൻ എ സെപ്പറേറ്റ് പെഡസ്റ്റൽ എന്ന് പറഞ്ഞ കുറച്ച് ന്യായമൊക്കെ ഉണ്ടാക്കിയിട്ട്, അച്ചാരമ്പത്ത് പ്രദീപൻ, അയാളെ മാത്രം 10 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. പ്രദീപൻ ജയിലിലായി. ഈ പറഞ്ഞ പോലെ കൊടിസുനി, കിർമാണി മനോജ് പോലെയൊക്കെ, അല്ലെങ്കിൽ കുഞ്ഞനന്ദൻ പോലെയൊക്കെ ഇഷ്ടം പോലെ പരോള് പ്രദീപൻ പലപ്പോഴും ജയിലിലുണ്ടാവാറില്ല. കഷ്ടിച്ച് 4 വർഷം ജയിലിലുണ്ടായിരുന്നു പ്രദീപൻ. ആ 4 വർഷം 10 വർഷമായിട്ട് കണക്ക് കൂട്ടുന്ന രീതിയുണ്ട്. റിപ്പബ്ലിക് ദിനത്തിന് 25 ദിവസത്തെ ഇളവ്, ഗാന്ധി ജയന്തിക്ക് 37 ദിവസത്തെ ഇളവ്, അങ്ങനെ പറഞ്ഞ് ഒരു 4 വർഷം കളഞ്ഞിട്ട് 10 വർഷം തികഞ്ഞു എന്ന് പറഞ്ഞിട്ട് അച്ചാരമ്പത്ത് പ്രദീപൻ പുറത്തിറങ്ങിയിട്ട് ആ മനുഷ്യൻ, ഈ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ കൊല്ലപ്പെട്ട ആ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായി. ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കൊന്ന ആ ക്ലാസ് റൂം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. കുട്ടികളെ അന്ന് അവർക്ക് വല്ലാത്ത ട്രോമയൊക്കെ ആയി കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. പിള്ളേർ കൺമുമ്പിൽ ഇത് കാണുകയല്ലേ.
സാമാന്യമായ ഷോക്കിലായിരുന്നു. ആ മുറിയും പൂട്ടിയിട്ട് പ്രദീപൻ PTA പ്രസിഡൻ്റായിട്ട് ആ മുറി തുറപ്പിച്ച് അത് നോർമലാക്കി ക്ലാസ് എടുപ്പിക്കാൻ ഏർപ്പാട് ചെയ്തു. കേരളത്തിലെ സാംസ്കാരിക മനസ്സ് ഞെട്ടിയില്ല ഈ ക്രൂരതയുടെ മുമ്പിൽ. ആർക്കും ഒന്നും സംഭവിച്ചില്ല. എല്ലാവർക്കും ഈ ആദ്യത്തെ അറസ്റ്റ് കഴിഞ്ഞാൽ ആശ്വാസമാണ്. TV-ക്കാർ ഒരു ഇഷ്യൂ വിടുമ്പോൾ നാട്ടുകാരും അത് വിടും. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആരും അന്വേഷിക്കില്ല. പിന്നെ പലപ്പോഴും ഇത് അന്വേഷിക്കണം എന്നുള്ള വാശിക്ക് ഇറങ്ങിത്തിരിക്കുന്നതിനെ പോലെ ആരെങ്കിലും അന്വേഷിച്ചില്ലായി. ഇതാണ് KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകവും അതേ തുടർന്നുണ്ടായത്. ഭാഗ്യവശാൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇന്ന് ആ ഏരിയയിൽ കുറഞ്ഞു. ആ ഏരിയ മാത്രമല്ല, ആലപ്പുഴ കുട്ടനാട് വലിയ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഏരിയയായിരുന്നു ഈ പറഞ്ഞ സംഘപരിവാർ CPM. കുട്ടനാട്ടിലെ ഒരു കൊലപാതകം എനിക്ക് ഓർമ്മയുണ്ട്. ഒരാളെ കൊന്ന് അയാളുടെ കഴുത്ത് വെട്ടിയിട്ട് തല കൊണ്ടുപോയി പള്ളാത്തുരുത്തി പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചു. രാവിലെ റോഡിൽ വന്ന ആൾക്കാരാണ് ഇത് കണ്ട് ഞെട്ടി ബഹളം പോലീസ്. അപ്പോൾ അക്രമം കണ്ണൂർ ജില്ലക്കാർക്ക് മാത്രമല്ല, ആലപ്പുഴ ജില്ലക്കാർക്ക് നന്നായിട്ട് വഴങ്ങും. പിന്നീട് അവിടെ അക്രമം നിൽക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പുറത്ത് വന്നില്ല. ഗൗരിയമ്മയുടെ കൂടെ ഈ പാർട്ടിയിൽ 1-ാം നമ്പർ തല്ലുകാരൊക്കെ ഗൗരിയമ്മയുടെ കൂടെ. അപ്പം ഗൗരിയമ്മയും സംഘപരിവാറും തമ്മിൽ ക്ലാഷ് ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് സംഘർഷത്തിന് ഒരു അയവുമാണ്. മാത്രമല്ല CPM-ന് തന്നെ ആലപ്പുഴ ജില്ലയിൽ അക്രമം നടത്താൻ പറ്റാത്തൊരു കാരണം ഈ തല്ലുന്ന ആൾക്കാർ അതിനൊരു ധൈര്യവും സംഗതിയും റിസ്ക് എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവരെല്ലാം ഗൗരിയമ്മയുടെ കൂടെയാണ്. പിന്നെന്ത് ചെയ്യും? അങ്ങനെ ഗൗരിയമ്മയെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ല. MV രാഘവൻ പുറത്തു പോകുമ്പോഴും ഗൗരിയമ്മ പുറത്തു പോകുമ്പോഴും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. MV രാഘവന് വഴി തടയാനും ബഹളവും വെടിവെപ്പും സംഗതിയൊക്കെയായി. രാഘവൻ്റെ പാമ്പ് വളർത്തുന്ന ആ മിണ്ടാപ്രാണികളെ വരെ ഇവർ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. ഗൗരിയമ്മയുടെ മേത്ത് ഒരു മണ്ണ് പോലും നുള്ളിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ആളില്ല എന്നുകൊണ്ടാണ്. അല്ലാതെ CPM-കാർ നല്ലവരായിട്ടൊന്നുമല്ല. ആളില്ല ആലപ്പുഴയിൽ. തല്ലാൻ ആളില്ല. ഗൗരിയമ്മയെ തൊടാൻ ആൾ വേണ്ടേ? തൊടാൻ ഗട്സ് ഉണ്ടായിരുന്നവർ ഗൗരിയമ്മയുടെ കൂടെ പോയി. അപ്പോൾ അവർക്കെതിരെ നിൽക്കാൻ ആർക്കും പേടി. അതുകൊണ്ടല്ലാതെ ഗൗരിയമ്മയ്ക്ക് സ്ത്രീ എന്നുള്ള പരിഗണന കിട്ടിയത് ഒരു ചുക്കുമല്ല. അങ്ങനത്തെ ഒരു CPM-ന് എന്ത് ഗൗരിയമ്മ എന്ത് സ്ത്രീ എന്നുള്ള പരിഗണന? അവരെത്ര സ്ത്രീകളെ ദ്രോഹിച്ചിരിക്കുന്നു. ഇത് ചെയ്യാൻ പറ്റില്ല. ആള് വേണ്ട ചെയ്യാൻ. ആളില്ല. ചെയ്താൽ തിരിച്ചു അടികിട്ടി വശകേടായി പോകും. പാർട്ടി ഇല്ലാതായി പോലെ. MV രാഘവനെ ആക്രമിച്ച പോലെയല്ല ഗൗരിയമ്മയെ തൊട്ട് കഴിഞ്ഞാൽ. ദിസ് വാസ് ദ സിറ്റുവേഷൻ. തിരുവനന്തപുരത്ത് മുരുക്കുമ്പുഴ ഈ സംഘപരിവാർ മാർക്സിസ്റ്റ് സംഘടനത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. 6 പേർ. അപ്പോൾ തിരുവനന്തപുരത്ത് വരെ മോശമൊന്നുമല്ല. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഈ കണ്ണൂർ അക്രമം. കണ്ണൂരല്ല, തൃശ്ശൂർ നടന്നിട്ടില്ല വെട്ടിക്കൊലപാതകം. ആലപ്പുഴയിൽ നടന്ന് ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് നടന്ന് ഞാൻ പറഞ്ഞു. കേരളം മൊത്തം അങ്ങനെ അക്രമത്തിന് ആരും പിന്നിലൊന്നുമല്ല. ബട്ട് കണ്ണൂർ എണ്ണത്തിലൊരല്പം കൂടിപ്പോയി. അതിങ്ങനെ പറഞ്ഞതുപോലെ കണ്ണൂർ ചേകവന്മാരുടെ നാടാണ്, അവർക്ക് വെട്ടാനും കുത്താനും ഒരു വെറുതെ പിണ്ണാക്കാണ്. ഇതൊന്നും ഒരു നല്ല ഇഫക്റ്റീവ് പോലീസിങ് കറക്റ്റായിട്ട് പിടിക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഈ അക്രമത്തിൽ നിൽക്കും. പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഇല്ലാതെ പോലീസിനെ വെച്ച് കഴിഞ്ഞാൽ അക്രമം തീർച്ചയായിട്ടും നിൽക്കുക. അതിനപ്പുറത്തുള്ള സാമർഥ്യമൊന്നും കേരളത്തിലെ അക്രമകാരികൾക്കില്ല. അതുകൊണ്ട് വലിയ തത്വം, ന്യായം, ചേകവനാണ്, ഉറുമിയാണെന്നും കാണിച്ച് ആരെയും പേടിപ്പിക്കേണ്ട കാര്യം അതൊന്നും ഇല്ലാത്തതാണ് അതൊക്കെ. അപ്പോൾ ജയകൃഷ്ണൻ മാസ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു അൺസങ് ഹീറോ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അറിയപ്പെടാതെ പോയ ഒരു മനുഷ്യൻ, വേണ്ട രീതിയിൽ അറിയപ്പെടാതെ. പക്ഷേ സംഘപരിവാറിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. കേരളത്തിൽ അവരെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കുന്നില്ല. അത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക അപജയമാണ്.
ഈ ജയകൃഷ്ണൻ മാസ്റ്റർ പ്രവർത്തിച്ചിരുന്ന ആ സമയത്ത് പാനൂർ മേഖലയിൽ മുഴുവൻ സമയ പ്രവർത്തനത്തിന് ഒരു 12 പേരെ തിരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിച്ചു പാർട്ടി. അതിൽ ആര് മുന്നിൽ നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈ ജയകൃഷ്ണൻ മാസ്റ്ററാണ് മുന്നിൽ നിന്ന്. അന്ന് മറ്റൊരു സുഹൃത്ത് ചോദിച്ചു, നിങ്ങളെന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ, ഒരു സ്ത്രീയെ വിധവയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അന്ന് വലിയ ഭീഷണികൾ നിലനിൽക്കുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു. സദാനന്ദൻ മാസ്റ്റർ ഇതിന് സമാനമായ ഒരാളാണ്. ഇപ്പം രാജ്യസഭ MP ആണ്. സദാനന്ദൻ മാസ്റ്റർ 2 കാലം നഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ണൂരിലെ രാഷ്ട്രീയം മുഴുവൻ ഈ സംഘപരിവാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു ഡയലോഗ് ജയകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. പറഞ്ഞു കാണാം ഒരുപക്ഷെ. അതല്ലെങ്കിൽ ഈ മരണത്തിന് ശേഷം ആളുകൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇനി ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേര്, ഞാൻ കല്യാണം കഴിച്ചൊരു വിധവ ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് അന്നത്തെ സംഘപരിവാറിലെ ആൾക്കാർ ചിന്തിച്ചാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതുപോലെയല്ലേ സാധാരണ മനുഷ്യൻ, അദ്ദേഹം കല്യാണം കഴിച്ചില്ല, വിധവ ഉണ്ടാകുമെന്ന് ഭയന്നിട്ട് കഴിക്കാതൊന്നുമില്ല. അപ്പം അങ്ങനെ ധാരാളം പേര് കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും ഒക്കെ സമൂഹത്തിലുണ്ടാകും. അതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അത് വലിയൊരു ടെൻഷനായിരുന്നു തീർച്ചയായിട്ടും. അല്ല, ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ, ഈ CPM എന്തിനാണ് അത്രയും സംഘപരിവാറിനെ പേടിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ? അത്രയും CPM-ൻ്റെ അവരുടെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കുക. അവരെവിടെയുണ്ട് ഇപ്പോൾ? കേരളത്തിന് പുറത്ത് ഈ പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷനല്ലേ ചുവന്ന കൊടിയുള്ളൂ. വേറെ സ്ഥലത്ത് ചുവന്ന കൊടിയില്ല. CPM ഇല്ല എന്ന് മാത്രമല്ല, CPI ഇല്ല. ഇവരെക്കാൾ വലിയ പാർട്ടിയായിട്ട് നക്സലൈറ്റ് മാറി CPI-ML ബീഹാറിൽ. ബീഹാറൊക്കെ ഇവരുടെ കോട്ടയായിരുന്നു, CPI-യുടെ കോട്ടയായിരുന്നു. ആന്ധ്ര എത്ര വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ഇതെല്ലാം തകർന്നടിഞ്ഞ് കേരളത്തിൽ മാത്രമാണ്. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കേരളത്തിലും ഈ സംഘപരിവാർ കയറി വരുന്നു. വെട്ടണം, വേറെ രക്ഷയില്ല. നിലനിൽപ്പിൻ്റെ ഫൈറ്റാണ് CPM നടത്തുന്നത്. അത് അക്രമത്തിലൂടെ നടത്താം എന്നവർ തീരുമാനിച്ചു. അവർക്കറിയാവുന്ന ഒരു ഭാഷ അതാണ്. നേരത്തെ അവർ വെട്ടുക, കുത്തുക, കൊല്ലുക. തോക്കിൻ കുഴലിലൂടെ, സായുധ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം, ഇതായിരുന്നല്ലോ അവരുടെ. വല്ലാതെ മഹാത്മാഗാന്ധിയൊക്കെ അവർക്ക് പരമപുച്ഛമായിരുന്നു. ഇപ്പം RSSകാരനെ തല്ലാനൊരു വടിയായിട്ട് അവർ മഹാത്മാഗാന്ധിയെ ഉപയോഗിക്കുന്നല്ലാതെ അവർക്കായിട്ട് മഹാത്മാഗാന്ധിയോട് ഒരു മതിപ്പുമില്ല. അവരുടെ അന്നത്തെ റൈറ്റിങ്സും പാർട്ടിയുടെ രേഖകളൊക്കെ അച്ചടിച്ചു വന്നതുകൊണ്ട് അതൊക്കെ നോക്കിയാൽ അറിയാം മഹാത്മാഗാന്ധിയോട് പരമപുച്ഛമായിരുന്നു അവർക്ക്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആയുധം ഒരു ലെജിറ്റിമേറ്റ് മെത്തേഡാണ് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത്. ഒരാളെ കൊന്നിട്ട് ആ പ്രശ്നം തീർക്കുക, അതിൽ തെറ്റില്ല. പ്രശ്നം തീരാനായിട്ട് സിനിമയെ കൊല്ലാണ് ആവശ്യം, കൊല്ലുക. അത് കമ്മ്യൂണിസ്റ്റ് പ്രിൻസിപ്പിളാണ്, ഉന്മൂലന സിദ്ധാന്തം, തിയറി ഓഫ് എലിമിനേഷൻ. വലിയ പുസ്തകമൊക്കെ ഇറക്കും കൊലപാതകത്തെ ന്യായീകരിക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്തതാണ് അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ഇപ്പോഴും അവർ ചെയ്യുന്നു. ഇപ്പം പിന്നെ അക്രമം ഒന്ന് കുറച്ചിരിക്കുന്നു അവർ ഭരണത്തിലുള്ളവർ. പ്രതിപക്ഷം ഇത്രയും കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതാണ് അവസ്ഥ. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന കൊലപാതകമാണ്. അതായത് ഈ ജയകൃഷ്ണൻ മാസ്റ്റർ വധം നമുക്ക് പാർട്ടി എന്ന നിലയിൽ BJPക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയൊരു തീരാ ദുഃഖമാണ്, അങ്ങനെ പറയാം. തീർച്ചയായും വെരി ക്രൂവൽ. അത് തീരാ ദുഃഖം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.